എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയിൽ നിന്നും ആർമിയുടെ ഓർഡിനൻസ് കോർപ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഡിസംബർ 2 മുതൽ ഡിസംബർ 22 വരെ നമുക്ക് ഓൺലൈനായിട്ട് ആർമി ഓർഡിനൻസ് കോർപ്സിന്റെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിതിന്റെ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അതിനുശേഷം ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ആർമി ഓർഡിനൻസ് കോർപ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്ന വേക്കൻസി മെറ്റീരിയൽ അസിസ്റ്റന്റ് 19 വേക്കൻസി ഉണ്ട്. ലെവൽ 5 സാലറി സ്കെയിലാണ്. 29,200 രൂപ മുതൽ 92,300 സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ആണ്. 27 വേക്കൻസി ഉണ്ട്. ലെവൽ 2 സാലറി സ്കെയിലാണ്. 19,900 മുതൽ 63,200 സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് 4 വേക്കൻസി ഉണ്ട്. ലെവൽ 2 സാലറി സ്കെയിൽ. ടെലിഫോൺ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡ് 14 വേക്കൻസി ഉണ്ട്. ലെവൽ 2 സാലറി സ്കെയിൽ. ഫയർമാൻ 247 വേക്കൻസി. ലെവൽ 2 സാലറി സ്കെയിൽ. കാർപ്പന്റർ ആൻഡ് ജോയിനർ 7 വേക്കൻസി ഉണ്ട്. ലെവൽ 2 സാലറി സ്കെയിൽ. പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ 5 വേക്കൻസി ഉണ്ട്. ലെവൽ 2 സാലറി സ്കെയിൽ. MDS 11 വേക്കൻസി ഉണ്ട്. ലെവൽ 1 സാലറി സ്കെയിലാണ്. 16 മുതൽ 56,900 വരെയാണ് സാലറി. ഇത് കൂടാതെ അലവൻസും കാരണം ലഭിക്കുന്നതാണ്. ട്രേഡ്സ്മാൻ മേറ്റ് 389 വേക്കൻസി ഉണ്ട്. ലെവൽ 1 സാലറി സ്കെയിലാണ്. സോ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളും നോക്കാം. മെറ്റീരിയൽ അസിസ്റ്റന്റ് 18 മുതൽ 27 വയസ്സ് വരെയാണ്. 30 വയസ്സ് വരെ OBCക്കും 32 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ആണ്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. 28 വയസ്സ് വരെ OBCക്കും 30 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. +2 ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ 35 വേർഡ്സ് പെർ ടൈപ്പിംഗ് ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കുക. അടുത്ത സിവിൽ മോട്ടോർ ഡ്രൈവർ ആണ്. 27 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. 30 വയസ്സ് വരെ OBCക്കും 32 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ കൂടാതെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ടെലിഫോൺ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡ് 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. +2 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. +2ൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഫയർമാൻ ആണ്. 25 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. 28 വയസ്സ് OBCക്കും 30 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. കാർപ്പന്റർ ആൻഡ് ജോയിനർ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ ആണ്. 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ പ്ലസ് IT സർട്ടിഫിക്കറ്റ് ആണ്. അടുത്ത MDS ആണ്. 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത ട്രേഡ്സ്മാൻ മേറ്റ് ആണ്. 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 28 വയസ്സ് OBCക്കും 30 വയസ്സ് SC/ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ഡിസേബിൾഡ് ആയിട്ട് IT സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. IT സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മെറ്റീരിയൽ അസിസ്റ്റന്റിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ആണ്. ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. CMDയിലേക്കും റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. ടെലിഫോൺ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ. ഫയർമാനിലേക്ക് ഫിസിക്കൽ മെഷർമെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം ക്വാളിഫയിങ് ആണ്. 165 സെന്റിമീറ്റർ നിർബന്ധമായിട്ടും ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81.5 ചെസ്റ്റ് എക്സ്പാൻഡഡ് 85 സെന്റിമീറ്റർ. മിനിമം വെയിറ്റ് 50 കിലോഗ്രാം ഉണ്ടായിരിക്കണം. ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 1.6 കിലോമീറ്റർ റണ്ണാണ്. 6 മിനിറ്റ് ആണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 8 മിനിറ്റും 26 സെക്കൻഡുമാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കാർപ്പന്റർ ജോയിനിലേക്കും റിട്ടൺ എക്സാമിനേഷൻ. പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ റിട്ടൺ എക്സാമിനേഷൻ. MDS റിട്ടൺ എക്സാമിനേഷൻ. പിന്നെ ട്രേഡ്സ്മാൻ മേറ്റ് ആണ്. സ്റ്റേജ് 1 ക്വാളിഫൈ നേച്ചർ ആണ്. ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ആണ്. 1.5 കിലോമീറ്റർ ആണ് 6 മിനിറ്റിൽ. അതുപോലെ ക്യാരിങ് എ വെയിറ്റ് ഓഫ് 50 കിലോഗ്രാം ടു എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇൻ 100 സെക്കൻഡ് ഉണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1.5 കിലോമീറ്റർ ആണ്. 8 മിനിറ്റ് 26 സെക്കൻഡ് ടൈം ഉണ്ടായിരിക്കുന്നത്. ക്യാരിങ് എ വെയിറ്റ് ഓഫ് 50 കിലോഗ്രാം ടു എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇൻ 3 മിനിറ്റ് 45 സെക്കൻഡ് ഉണ്ടായിരിക്കുന്നതാണ്. അതിന് സിലബസ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ 50 മാർക്കിന്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിന്. ജനറൽ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിന്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്കിന്. 150 ക്വസ്റ്റ്യൻ്റെ എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. 2 മണിക്കൂറാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ലെവലാണ്. അടുത്തത് +2 ലെവലിലേക്കും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ 150 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ്. 2 മണിക്കൂറാണ് ടൈം ഉണ്ടായിരിക്കുന്നത്. അടുത്ത ഗ്രാജുവേറ്റ് ലെവലിലേക്കാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ജനറൽ ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ 150 മാർക്കിന്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. 2 മണിക്കൂറാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 0.25 മാർക്സ് നെഗറ്റീവ് മാർക്ക് ഓരോ റോങ് ആൻസേഴ്സിന് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിലബസ് ഒക്കെ നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം.
ഇത് ആർമി ഓർഡിനൻസ് കോർപ്സിന്റെ ഒഫീഷ്യൽ സൈറ്റാണ്. സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസിൽ കൊടുത്തിട്ടുണ്ട് November 13, 2024 രണ്ടും നോട്ടിഫിക്കേഷനാണ്. ഇപ്പോൾ വന്ന ആർമി ഓർഡിനൻസ് കോർപ്സിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് സ്റ്റാർട്ട് ഓൺ 2 December 2024 മുതൽ 22 December 2024 നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. സോ 2 ഡിസംബറിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, ജോയിൻ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ ദി വീഡിയോ. വന്ദേ മാതരം.